എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ സ്നേഹിതകളായ മുത്താലിം സുഹൃത്തുക്കളെ, എൻ്റെ ഉസ്താദുമാരെ, എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും ഇരിക്കട്ടെ. നിങ്ങളിപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും, ഈ സലാനി ബസ്സിൻ്റെ വർണ്ണാഭമായ വേദിയിൽ ഇവനിപ്പോൾ എന്ത് കഥ പറയാന്ന്. നിങ്ങൾ കേട്ടോളൂ കേട്ടോ. നമ്മുടെ രണ്ടാം ഖലീഫ ഉമർ ഖാന്റെ കാലത്തുള്ള കഥയാണ്. നമുക്ക് കഥയൊക്കെ കടക്കാം. പാതിരാത്രി അറേബ്യയുടെ ഊടുവഴികൾ ചുറ്റുകയാണ് ഉമർ ഖാനും പ്രിയദാസനും. എവിടെയും കൂരാക്കൂരിരുട്ട്, നിശബ്ദത മാത്രം സമ്മാനിക്കുന്നു. എവിടെയും ഒന്നും കാണാനില്ല. പെട്ടെന്നാണത് ഉമർ ഖാന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. അതാ ദൂരെ ഒരു കുഞ്ഞു പൊട്ടു വെളിച്ചം. ഉമർ ഖാൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഉമർ ഖാൻ അതെന്താണെന്നറിയാൻ അതിന്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങിച്ചെന്നു. നീങ്ങുന്തോറും അതൊരു കൊച്ചു കുടിലിന്റെ നിഴലായി മാറുന്നത് ഉമർ ഖാൻ അറിഞ്ഞു. ഉമർ ഖാൻ ആ വീട്ടിൽ എന്താണ് പാതിരാ കഴിഞ്ഞിട്ട് വിളക്കണാതെന്ന് ആലോചിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ കണ്ട കാഴ്ച എന്താന്നൊരു കൂട്ടുകാരെ, ഒരു ഉമ്മ കലത്തിൽ തൈ കൊണ്ട് അങ്ങനെ ഇളക്കുന്നു. ചുറ്റും ഇരുന്ന് 3 കുഞ്ഞുങ്ങൾ കരയുന്നുണ്ട്. ഇത് കണ്ടു ഉമർ ഖാൻ സംഭവം മാരാഞ്ഞു. അപ്പോൾ ആ ഉമ്മ ഗദ്ഗതത്തോടെ പറഞ്ഞു, പിതാവ് നഷ്ടപ്പെട്ട 3 കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ് ഞാൻ. ഇവർ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഇവർ വിശന്ന് കരയുന്നത് കണ്ട് സഹിക്കവയ്യാതെ ഞാൻ കലത്തിൽ വെള്ളമിട്ട് തവികൊണ്ട് അങ്ങനെ ഇളക്കും. ഇവർ ഭക്ഷണം ഇപ്പോ റെഡിയാകുമെന്ന് കരുതി കരഞ്ഞു കരഞ്ഞു തളർന്നുറങ്ങാറാണ് പതിവ്. ഇത് കേട്ട് നമ്മുടെ ഉമർ ഖാന്റെ നെഞ്ചകം നീറിപ്പുകഞ്ഞു. ഉമർ ഖാൻ പെട്ടെന്ന് തന്റെ ദാസനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ടൊരു ചാക്ക് ഗോതമ്പ് മറ്റ് ഭക്ഷ്യവസ്തുക്കളുമായി നേരെ ഇവരുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് 14-ാം രാവിലെ ഷോപ്പ് തുടങ്ങുന്ന കുട്ടികളുടെ മുന്നിലേക്ക് ഇതൊക്കെ ഇറക്കി വെച്ചു. എന്നിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യാനും തുടങ്ങി. ഭക്ഷണം പാകം ചെയ്തതിനു ശേഷം കയ്യിൽ വെച്ച് മയപ്പെടുത്തി കുട്ടികളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഇതൊക്കെ കണ്ട നമ്മുടെ ഉമ്മാക്കൊരു സംശയം. ഉമ്മ ഉമർ ഖാനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? അപരിചിതരായ ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ സഹായിച്ചത്? ഇതൊക്കെ കേട്ട ഉമർ ഖാൻ പറഞ്ഞ മറുപടി എന്താന്നറിയ കൂട്ടുകാരെ, ഉമർ ഖാൻ അങ്ങനെ പറയാണ്, എന്നെ 2ാം ഖലീഫയാക്കിയത് ഇതിനല്ലയോ? ഇത് കേട്ട് നമ്മുടെ ഉമ്മ അത്ഭുതപ്പെട്ടു. ഉമ്മ മനസ്സിൽ പറഞ്ഞു, 2ാം ഖലീഫ ഉമർ ഖാനുമാണ് എന്റെ മുന്നിൽ. നോക്കു കൂട്ടുകാരെ, ഉമർ ഖാനു വേണ്ടി ജീവിത രീതി, നമ്മുടെ ജീവിത രീതി നന്നാക്കാൻ പറ്റിയ ബെസ്റ്റ് ഭരണാധികാരിയാണ് ഉമർ ഖാൻ. എന്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.